ലോകത്ത് ആരും ഇത്ര ഭാഗ്യമുള്ള ഒരു പൂച്ചയെ കണ്ടിട്ടുണ്ടാവില്ല. അവൾ എവിടെ പോയാലും ഒരാൾ കുടയുമായി അവിടെ കാത്തുനിൽക്കുന്നുണ്ടാകും. എത്ര ഉയരത്തിൽ നിന്ന് വീണാലും അവളുടെ ഭാഗ്യം അവളെ എപ്പോഴും രക്ഷിക്കും. ഭാഗ്യം അവളുടെ കൂട്ടുകാരനെ പോലെ അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. മറുവശത്ത് എമിയായിരുന്നു നിർഭാഗ്യത്തിന് ഒരു ഉദാഹരണം. എമിയുടെ ജീവിതം ദുരന്തങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. അവളുടെ പുതിയ ജോലിയുടെ ആദ്യത്തെ ദിവസം രാവിലെ തന്നെ അവൾ ബാത്റൂമിൽ കുടുങ്ങിപ്പോയി. ഒരു ടൂത്ത്പേസ്റ്റ് യൂട്യൂബ് ഉപയോഗിച്ച് പൂട്ട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും കൈപ്പിടി അവളുടെ കയ്യിലേക്ക് ഒടിഞ്ഞു വീണു. അവളുടെ ബ്രെഡ് എപ്പോഴും ജാം പുരട്ടിയ ഭാഗം താഴെ വീഴും. അവൾ ഒരു ടിഷ്യൂ എടുത്താൽ അത് നടുവിൽ നിന്ന് കീറും. വീട്ടുസാധനങ്ങൾ ശരിയാക്കിയ ശേഷം അവൾ ജോലിക്ക് പോകാനിറങ്ങിയപ്പോൾ അവളുടെ സൈക്കിളിന്റെ ടയർ പഞ്ചറായി. ജോലിസ്ഥലത്ത് അവൾ ഒരു ഗ്ലിറ്റർ ബോക്സ് മുഴുവൻ താഴെയിട്ടു. റിബണുകൾ അടുക്കാൻ ശ്രമിക്കുമ്പോൾ അവയെല്ലാം കുരുങ്ങിപ്പോയി. അവൾ പുസ്തകങ്ങൾ വെക്കാൻ പോയപ്പോൾ അവൾ സ്വയം ഷെൽഫിൽ കുടുങ്ങി. ആ ദിവസം എമിക്ക് ഒരു കാര്യം മാത്രം തോന്നി. ഒരുപക്ഷെ തനിക്ക് നിർഭാഗ്യം മാത്രമുള്ളവളായിരിക്കാം. വൈകുന്നേരം ക്ഷീണിതയായി അവൾ ഒരു സാൻഡ്വിച്ചും പിടിച്ച് നടപ്പാതയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കറുത്ത പൂച്ച വന്ന് അവളുടെ അടുത്തിരുന്നത്. എമിക്ക് ദയയുള്ള ഹൃദയമുണ്ടായിരുന്നു. അവൾ തന്റെ സാൻഡ്വിച്ചിന്റെ പകുതി പൂച്ചയുടെ മുന്നിൽ വെച്ചു. പൂച്ച അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ഈ മനുഷ്യന് സങ്കടമുണ്ടെന്ന് അതിന് മനസ്സിലായതുപോലെ. പിന്നീട് സാൻഡ്വിച്ച് കഴിച്ച ശേഷം അത് ശാന്തമായി നടന്നുപോയി. എമി പതിയെ തന്റെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ പൂച്ച പോയെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അത് ഇരുന്നിടത്ത് ഇലകൾക്കടിയിൽ തിളക്കമുള്ള ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നുണ്ടായിരുന്നു. അധികം ചിന്തിക്കാതെ എമി അതെടുത്തു. എന്നാൽ ഈ ചെറിയ നാണയം തന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുകയാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം രാവിലെ എല്ലാം വ്യത്യസ്തമായിരുന്നു. ആദ്യമായി അവളുടെ സോക്സുകൾ ജോഡിയായി കിട്ടി. ടോസ്റ്റ് കരിഞ്ഞു പോകാതെ കൃത്യമായി തവിട്ട് നിറത്തിൽ പുറത്തുവന്നു. കുളിക്കാൻ പോയപ്പോൾ അവൾ ഇന്നലെ കണ്ടെത്തിയ അതേ നാണയം അവളുടെ ടവലിൽ നിന്ന് താഴെ വീണു. അതിൽ ഒരു 4 പൂവ് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് ഭാഗ്യമുള്ള നാണയമായിരിക്കുമെന്ന് എമിക്ക് സംശയം തോന്നി. അവൾ ജാം പുരട്ടിയ ബ്രെഡ് കഷ്ണം വായുവിലേക്കെറിഞ്ഞു. അത് നേരെ പ്ലേറ്റിൽ തന്നെ വീണു. അവൾ വീണ്ടും ശ്രമിച്ചു. വീണ്ടും ബ്രെഡ് ഒരു അപകടവും കൂടാതെ കൃത്യമായി വീണു. എന്നിട്ടവൾ ടേബിൾ ശക്തിയായി തട്ടി. പ്ലേറ്റ് പറന്നുപോയി നേരെ ഡിഷ്വാഷറിൽ ചെന്ന് വീണു. ഇപ്പോൾ ഈ നാണയം മാന്ത്രികമാണെന്ന് എനിക്കുറപ്പായി. ഓഫീസിൽ എല്ലാം തനിയെ ശരിയായി വരാൻ തുടങ്ങി. സാധനങ്ങൾ അവളുടെ കാലുകളിൽ തട്ടി അവയുടെ ശരിയായ സ്ഥാനത്ത് എത്തി. റിബണുകൾ പോലും കുരുങ്ങാതെ സ്വയം ക്രമീകരിച്ചു. ബാത്റൂം വൃത്തിയാക്കുന്ന ജോലിയും കൃത്യസമയത്ത് കഴിഞ്ഞു. എന്നാൽ ഭാഗ്യം എപ്പോഴും നിലനിൽക്കില്ല. ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ അവൾ അബദ്ധത്തിൽ മാന്ത്രിക നാണയം ഒരു ഓട്ടോ ഫ്ലഷ് ടോയ്ലറ്റിലേക്ക് ഇട്ടുകളഞ്ഞു. എമി പരിഭ്രമത്തോടെ ടോയ്ലറ്റിൽ കയറി അതെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് വീണതും നാണയം ഫ്ലഷിനൊപ്പം കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ അപ്രത്യക്ഷമായി.